ചീനച്ചട്ടിയുടെ ക്ലീനിങ് ആണ്. കംപ്ലീറ്റ് ആയിട്ട് കരി പിടിച്ച് കറുത്തിരുന്ന ഒരു ചീനച്ചട്ടി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് ഞാനിവിടെ കാണിക്കുന്നുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി വെള്ളത്തിലേക്ക് എന്തൊക്കെയാണ് ഇടേണ്ടതെന്ന് നോക്കാം. വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഡിറ്റർജൻറ്റ് ഇട്ട് കൊടുക്കാം. നമ്മൾ വസ്ത്രം അലക്കുന്ന സോപ്പ് പൊടി. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളത് 1 ടേബിൾ സ്പൂൺ ഉപ്പാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കും വിനാഗിരിയാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വിനേഗർ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കഷ്ണം ചെറുനാരങ്ങയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാൻ വേണ്ടി വിട്ടുപോയതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കഴുകിയെടുക്കാനുള്ള പാത്രം. നല്ലോണം കരി പിടിച്ചിട്ടുണ്ട്, നല്ലോണം ബ്ലാക്ക് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഈ വെള്ളത്തിൽ ഇട്ട് ഒന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ ഈ വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട്. ബേക്കിംഗ് സോഡയും വിനേഗറും എല്ലാം ഉള്ളത് കൊണ്ട് നല്ലോണം പതഞ്ഞ് വരുന്നുണ്ട്. ഞാൻ തീ ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ പാത്രം ഇതിലേക്ക് മുക്കി കൊടുക്കുന്നുണ്ട്. ഈ വെള്ളത്തിലേക്ക് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്യണം. എല്ലാ ഭാഗത്തും ഈ വെള്ളം എത്തുന്ന പോലെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കണം. നല്ലോണം ചുറ്റിച്ചിട്ട് എല്ലാ ഭാഗത്തും ഈ വെള്ളം ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഇത് കുറച്ചധികം സമയം നമുക്ക് ഈ വെള്ളത്തിൽ ഇതുപോലെ കാട്ടിക്കൊടുക്കണം. ആ ലിക്വിഡിൻ്റെ ഗുണങ്ങളൊക്കെ ഈ പാത്രത്തിൽ പിടിച്ചിട്ട് അതിൻ്റെ കരിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് കുറച്ചധികം സമയം ഇങ്ങനെ കാട്ടിക്കൊടുക്കുന്നുള്ളത്. അപ്പോൾ എല്ലാ ഭാഗത്തും കുറച്ച് സമയം ഇതുപോലെ പിടിച്ച് കൊടുക്കുക. അപ്പോൾ ഇടയ്ക്ക് തീ ഒന്ന് കൂട്ടി കൊടുക്കണം. പതഞ്ഞ് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ മാത്രം തീ കുറച്ച് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ആ പതയെ തന്നെ ഈ പാത്രം ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് കുറച്ച് സമയം ഇവിടെ കാട്ടിയതുകൊണ്ട് ഇതിലെ കരിയൊക്കെ കുറച്ച് ലൂസായി കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്കിതൊന്ന് ഉരച്ച് കഴുകി നോക്കാം. ആ ലിക്വിഡ് ഞാൻ കുറച്ച് ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചതാണ് തേച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഡിഷ് വാഷ് സോപ്പും ഈ വെള്ളവും ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പാത്രം ഒരു സ്ക്രബ്ബറുണ്ട്, സ്റ്റീൽ സ്ക്രബ്ബറാണ് ഞാൻ യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ സ്ക്രബ്ബർ കൊണ്ട് തേച്ച് കഴുകിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തേച്ച് കഴുകിയെടുക്കണം. നല്ലോണം പിടിച്ചിട്ടുള്ള കരിയാണ് ഇത്. കുറേ കാലമായിട്ട് എണ്ണ മെഴുക്കൊക്കെ പിടിച്ചിട്ടുള്ള കരിയാണിത്. സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള കരിയാണിത്. അപ്പോൾ ഇത് കുറച്ച് പാടാണ് ഇളകിയെടുക്കാൻ. ഇത് ഈ രീതിയിലല്ലാതെ നോർമലായിട്ട് നമ്മൾ കഴുകുന്ന രീതിയിൽ ഒരിക്കലും നമുക്ക് കഴുകി ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്താൽ മാത്രമേ ഈ കരി ഇങ്ങനെ നീങ്ങി കിട്ടുള്ളൂ. എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇതുപോലെ സ്ക്രബ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇടയ്ക്ക് വേണമെങ്കിൽ ആ ചൂടുവെള്ളത്തിൽ ഒന്നും കൂടി ടിപ്പ് ചെയ്തിട്ട് ഒന്നുകൂടെ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അകവും പുറമൊക്കെ നന്നായിട്ട് ഇതുകൊണ്ട് തേച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് അതിൽ ഇട്ട് തിളപ്പിക്കുകയാണെങ്കിൽ എത്ര കരി പിടിച്ച പാത്രത്തിൻ്റെയും കരി ഇതുപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഇതല്ലാതെ നോർമലായിട്ട് നമ്മൾ കഴുകുന്ന രീതിയിൽ ഇത് കഴുകിയെടുക്കുകയാണെങ്കിൽ ഒരിക്കലും ഇതിൻ്റെ കരി നമുക്ക് മാറിക്കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കരിയൊക്കെ ഇപ്പോൾ ഇളകി പോയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് നോർമൽ വാട്ടറിൽ കഴുകി നോക്കട്ടെ. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നല്ല ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ എത്ര കരി ഉണ്ടായിരുന്നു, എത്രത്തോളം ഇതിൻ്റെ കളറ് ചേഞ്ച് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നല്ല ക്ലീനായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് തുടച്ച് കാണിച്ചു തരാം. നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കുക. നല്ലോണം അഴുക്ക് പിടിച്ച കരി പിടിച്ച പാത്രങ്ങൾ ഇതുപോലെ ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് കഴുകി നോക്കുക. തീർച്ചയായിട്ടും ഇതുപോലെ നല്ല ക്ലീനായി കിട്ടും. പാത്രം ആദ്യം ഉണ്ടായിരുന്നത് ഇതുപോലെയാണ്. അപ്പോൾ എത്രത്തോളം കരി പിടിച്ചിട്ടായിരുന്നുണ്ടായിരുന്നത്, എത്ര കളർ ചേഞ്ച് ആയിട്ടുണ്ടെന്ന് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ കരി പിടിച്ച പാത്രങ്ങൾ വൃത്തിയാക്കാനുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇതുപോലെ നല്ല ക്ലീനായി കിട്ടും. അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഇനി ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടി കിട്ടും ഇൻഷാ അല്ലാഹ്. സോ പ്ലീസ് അഗെയിൻ താങ്ക് യു.